എല്ലാവർക്കും നമസ്കാരം. ചില സമയങ്ങളിൽ അത്ഭുതം തന്നെയാണ് കണ്ണൻ കാണിക്കല്ലേ. അങ്ങനെയുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് അമ്മ. ഈ അനുഭവത്തിൻ്റെ ഇടയിൽ രണ്ട് അത്ഭുതങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ ഇടയിലുമുണ്ട്. അപ്പോൾ അത് എല്ലാവരും കേൾക്കുക. നമുക്ക് നല്ല രസമുള്ളൊരു അനുഭവമാണ്. എന്തായാലും ഞാനത് വായിക്കാട്ടോ. അപ്പം അമ്മ എഴുതി ഓരോരോ കഷ്ണങ്ങളായിട്ട് അയച്ചു തന്നാണ്. അപ്പം ഞാനതൊക്കെ അടർത്ത് മാറ്റി ഒക്കെ സോർട്ട് ചെയ്ത് ഓർഡർ ചെയ്തിട്ടാണ് വായിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ എനിക്ക് എപ്പോഴും പോവാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാൽ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും എൻ്റെ ജോലി സ്ഥലത്ത് അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ മുടങ്ങാതെ പോവുമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് പല അനുഭവങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി സമയത്ത് ഞാനും എൻ്റെ മോളും ഗുരുവായൂർ നേർച്ച നേർന്നു. അത് എൻ്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. വിവാഹമൊക്കെ നല്ലതുപോലെ നടന്നു. നേർച്ച നടത്താൻ നോക്കിയിട്ട് ഗുരുവായൂരെത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി വേദനിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഉണ്ടല്ലോ. ഞാൻ അപ്പോൾ വരെ ഒറ്റയ്ക്ക് അത്ര ദൂരം ഗുരുവായൂർ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഗുരുവായൂരിൽ പോവാമെന്ന് തോന്നി. എനിക്ക് അവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. എനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നാൽ എൻ്റെ തടസ്സം എല്ലാം മാറുമെന്ന്. പോയപ്പോൾ എൻ്റെ മോള് എന്നെ ബസ് സ്റ്റോപ്പ് വരെ ടൂ വീലറിൽ കൊണ്ടാക്കിയിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ എന്നും മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്ന ഒരു ദിവസമായിരുന്നു. എനിക്ക് നല്ല സങ്കടം വന്നു. ഇവിടെ പോവാതെ ഞാൻ എങ്ങനെയാ ഗുരുവായൂരിലേക്ക് പോവുക? ഞാൻ പോയപ്പോഴൊക്കെ മോളോട് സങ്കടം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അവിടെ പോയാൽ ഗുരുവായൂരിൽ എത്താൻ വൈകും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ നല്ല സങ്കടമായി. അങ്ങനെ ഞാൻ ഗുരുവായൂരിൽ ബസ് ഇറങ്ങി. ഗുരുവായൂരിൽ ശരിയായിട്ട് എനിക്ക് പോയുള്ള പരിചയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വഴിയിലുള്ളവരോടൊക്കെ ചോദിച്ച് അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. അപ്പൊ അവിടെ വ്യാഴാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണന് കൊടുക്കാൻ ഒത്തിരി നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. തിരക്കിൽ ഞാൻ എനിക്ക് കാണേണ്ട ആളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എവിടെയാണ് അദ്ദേഹം? എന്നെ കാണുന്നില്ലല്ലോ. അപ്പോഴുണ്ടേ എൻ്റെ അടുത്തുകൂടി ഒരാൾ നടന്നു പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ഭുതപ്പെട്ടു പോകുക എന്നല്ലാണ്ട് എന്താ പറയാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ഥിരം ഒരു കൃഷ്ണാമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് ആ ഒരു വിഷമമുണ്ട് പോകാൻ പറ്റാത്തതെന്നുള്ള. ഇതാ മുന്നിലൂടെ നടന്നു പോകുന്ന ആരാണെന്നറിയോ? ആ അമ്പലത്തിലെ മേൽശാന്തി. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ഓടിച്ചെന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് അമ്പലത്തിൽ വരാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, അത് സാരമില്ല, ഇവിടെ വന്നില്ലേ, ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ എന്ന്. അപ്പൊ അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. എനിക്ക് എല്ലാ ആഴ്ചയും കാണുന്ന കണ്ണനെ കാണാൻ പറ്റാത്ത സങ്കടം അദ്ദേഹം മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കി നിന്ന ആള് വന്ന് ഞാൻ 10 മിനിറ്റ് കൊണ്ട് തൊഴുതൊക്കെ ഇറങ്ങി. എനിക്ക് ഈ ഗ്യാസ് ട്രബിളിന്റെ അസുഖം ഉള്ളത് കൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കണം. കണ്ണന്റെ പ്രസാദം കഴിക്കാൻ നിന്നാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ വൈകും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒത്തിരി ദൂരമുണ്ട്. എന്നാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിക്കാനായിട്ട് ക്യൂ നിന്നു കേട്ടോ. വളഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് ക്യൂ. പ്രസാദം കഴിച്ചു വരുമ്പോൾ എന്തായാലും വീട്ടിലെത്താൻ വൈകും. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. വീട്ടുകാർ വിഷമിക്കും, എന്നാലും സാരമില്ല, ഞാൻ നിന്നു. അപ്പൊ എവിടെ നിന്നും ഒരു ചേച്ചി എന്റെ മുന്നിൽ കയറി നിന്നു. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. മറ്റുള്ളവരൊക്കെ അവരെ നല്ലോണം ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അവരുടെ കൂടെ ആണെങ്കിൽ 3-4 പേരും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഗ്യാസ് കയറി തുടങ്ങി. ഞാൻ വിശന്ന് തളർന്നു പോവും, ഉറപ്പാണ്. ഒത്തിരി അകലെയാണ് ഓട്ടുപുരയിലെത്താൻ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഓട്ടുപുരയുടെ അടുത്തുകൂടെ കുറച്ച് ആളുകളെ കയറ്റിവിടുന്നു. എൻ്റെ ഇടയിൽ കയറിയ ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് അവിടം വരെ ഒന്ന് പോവാമെന്ന്. ഞാനും അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെ കയറാനൊന്നും പറ്റില്ല, അങ്ങനെ അവിടെ ഒന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെയുള്ളവരെ കൂടി വിളിച്ചു വരട്ടെ എന്ന്. അവര് പോയി. ഞാൻ അവിടെ നിന്നു. ഒരു ഉറപ്പുമില്ല, എന്നാലും വെറുതെ നിന്നു. അപ്പൊ അവിടെ അകത്തു നിന്നൊരു ചേട്ടൻ വന്നിട്ട്, മോളെ അകത്തേക്ക് വരൂ, ഒരു ആൾക്കുള്ള ഇലയുണ്ട്, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ നോക്കുമ്പോ ആ ചേച്ചി മറ്റുള്ളവരെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കയറി ചെല്ലുമ്പോ എനിക്കായിട്ടൊരു ഇല വിളമ്പി വെച്ചിരിക്കുന്നു. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ കണ്ണിന് എന്റെ വയറ് നിറച്ച് ഞാൻ വൈകാതെ വീട്ടിൽ തിരിച്ചെത്തിട്ടോ. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ നേർച്ച കൊടുക്കാൻ എനിക്ക് സാധിച്ചു. കൊടുത്തു 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പ്രഗ്നന്റ് ആയി. ഇപ്പൊ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ കേശവൻ എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞ് ജനിച്ച് 2 ദിവസമായപ്പോൾ മോൾക്ക് ഒരു ഗവൺമെന്റ് ജോലിക്ക് ലെറ്ററും വന്നു. മോള് ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞങ്ങൾ 3 പേരും, ഭർത്താവും മകളും ഞാനും, ഇത് ജോലി ശരിയായി കഴിഞ്ഞാല് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനാട്ടം നേർന്നിട്ടുണ്ട് എന്ന്. ഇപ്പൊ കുഞ്ഞിന് 6 മാസമായേ ഉള്ളൂ. അവന് ആദ്യത്തെ ചോറൂണ് അവിടെയാണ്. ഇതൊന്ന് ത്രിമധുരത്തിൽ ഇടാമോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുന്നത് സന്തോഷം തന്നെയുള്ള കാര്യമാണ്. എനിക്ക് ആദ്യത്തെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതായത് മേൽശാന്തി മുന്നിലൂടെ നടന്നു പോയത് സ്ഥിരം പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലെ, അപ്പൊ അത് കേട്ടപ്പോ
ഒരു വൈബ് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആത്മാർത്ഥമായിട്ട് പോകുമ്പോൾ ലോകത്ത് എത്ര ആളുകളുണ്ട് ആ ചേച്ചിയുടെ മുന്നിലൂടെ നടന്നു പോകാൻ. എത്ര 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 കൊടാനുകൂടി ആളുകളുണ്ടല്ലേ. എന്നിട്ടും അദ്ദേഹമാണ് നടന്നു പോകുന്നത്, മേൽശാന്തി. അപ്പോ ആ അമ്മയുടെ വിഷമവും സന്തോഷവും ഒക്കെ ഗുരുവായൂരപ്പം കാണുന്നുണ്ട്. പിന്നെ അമ്മയ്ക്കായിട്ട് ഒറ്റയ്ക്കല്ലേ അമ്മ ഗുരുവായൂരിൽ വന്നത്. അപ്പോൾ ഒരേ ഇലയിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ കണ്ണന്? അങ്ങനെ അതും കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഹരേ കൃഷ്ണ.